നമ്മളെ നാട്ടിലൊരാൾ യൂട്യൂബറായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ലേ, പിന്നെ ആര്? ഞാനല്ലാതെ പിന്നെ ആര്? അപ്പോൾ ഹാപ്പി ഫോർ യു. ഹംബിൾ ഗിഫ്റ്റ്. 500K 1 million ഒക്കെ അടിക്കട്ടെ. 100K അടിച്ച സമയത്ത് അത്തൂളിന്ന് വിചാരിച്ചതാണ് എന്തെങ്കിലും വാങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സിമത്താക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. അങ്ങനെ ഞാൻ ഇറങ്ങി വാങ്ങി. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ അയൽവാസിക്കുട്ടി എനിക്ക് 100K അടിച്ചതിൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റായിട്ട് വന്നതാണ്. അത് ഗിഫ്റ്റിൻ്റെ വലിപ്പമല്ല, അത് തരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതാണ് പ്രധാനം. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അതാ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി സാമ്പാർ. പക്ഷേ ഞാൻ റെസിപ്പി ഇടാൻ മറന്നുപോയി. കാരണം ഇവിടെ വെജിറ്റബിൾസ് ഒന്നും തീരെയില്ല. ഇനി ഉള്ളത് വെച്ചിട്ട് 2-3 ഐറ്റം വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയാണ്. പിന്നെന്താ കുറച്ച് പാല് തലേന്നത്തെ ബാക്കിയുണ്ട്, ഇനി അതിലേക്ക് ഞാനൊന്ന് ഒഴിച്ചതാണ്. അപ്പോൾ ഇവിടെ തൈര് എനിക്ക് ഭയങ്കര പ്രിയമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതോടുള്ള തൈര് ഞാൻ ഒഴിച്ച് വെച്ചാൽ കുറച്ചധികം തൈര് കിട്ടുമല്ലോ. അപ്പോൾ അതങ്ങനെ ഞാൻ ആ പാത്രത്തിലാക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ വെച്ചിട്ട് നാളെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാലും മതി. പിന്നെ അതാ രാവിലെ ഒന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സാമ്പാറും ഉണ്ട് ഇഡ്ഡലിയും ഉണ്ട്. ഇപ്പോൾ രാവിലത്തെ പലഹാരം ഉണ്ടാക്കൽ, രാവിലത്തെ കറി, അങ്ങനത്തെ ചായ അത് ഞാൻ ഗ്യാസുമ്മൽ തന്നെയാണ് വെക്കൽ. ബാക്കിയുള്ള ചോറ്, ഉപ്പേരി, കറി, കുടിക്കാനുള്ള വെള്ളം അങ്ങനത്തെ ഒക്കെ ഞാൻ അടുപ്പത്തുമാണ് ഉണ്ടാക്കൽ. ഇതപ്പോൾ ഇഡ്ഡലീൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, ചുട്ട് കഴിഞ്ഞ് ലാസ്റ്റാണിത്. അപ്പം ഇനി നാളെ സ്വാഭാവികമായിട്ടും ദോശയായിരിക്കും. പിന്നെ നമ്മളന്ന് വാങ്ങിയിട്ടുള്ള കോഫി പൗഡർ ഉണ്ടല്ലോ, അതുകൊണ്ട് കോഫി ഉണ്ടാക്കിയതാണ്. പക്ഷേ പൊടി കുറച്ച് കുറഞ്ഞു പോയി. ആ ബാക്കിയുള്ള തൈരുണ്ടല്ലോ ഞാൻ ഒഴിച്ചതിൻ്റെ, അത് അതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇത് നല്ലൊരു എയർ ടൈറ്റ് ഉള്ള പാത്രമാണ് കേട്ടോ. അതിപ്പോൾ മോളെ വിട്ടത്താണ്. അന്ന് നിങ്ങൾ കണ്ടില്ലേ, കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇവിടെ എത്തിയതാണ്. പിന്നെ വേഗം പോയി അടുപ്പ് തീ പിടിപ്പിച്ച് ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും തൈക്കാകെ കുറച്ച് പുറം പണികളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അവിടെ ഈ ചെടിക്ക് തടം കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ വേഗത ഇപ്പം നല്ല വേനലായതുകൊണ്ട് തന്നെ ഇതാന്ന് പറയുമ്പോഴേക്കും തീ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, ഒരു മടിയും ഇല്ല. അങ്ങനെ വേഗം തീ പിടിക്കാതെ നിൽക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ദേഷ്യം പിടിക്കുക. അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ ഇന്നിപ്പോൾ കുറുവരിയാണ് കേട്ടോ അടുപ്പത്തിടുന്നത്. പിയാപ്പിള ചോറിന് ഉച്ചക്ക് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ റേഷൻ പീടികയിലെ ചോറല്ല വെക്കുന്നത്, അരി ഇട്ടിട്ടല്ല വെക്കുന്നത്. പിന്നെ സാധാരണ വെക്കുമ്പോൾ തന്നെ 2 അരിയാണ് കേട്ടോ, 2 ചോറാണ്. അപ്പോൾ എൻ്റെ ബ്രൗൺ റൈസ് വെക്കുന്നുണ്ട്. സാധാരണ ഇപ്പോൾ കുറച്ച് വെക്കുകയാണെങ്കിൽ ഞാനിതാ ഈ കലത്തിൽ ആദ്യം ഞാൻ ബ്രൗൺ റൈസ് വേവിച്ചതിന് ശേഷം ആ അടുപ്പത്തേക്കാണ് പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് സാധാ അരി ഇടുക. പിന്നെ അതെൻ്റെ ഈ സ്റ്റാർ ഫ്രൂട്ട് പൂവിട്ട് കേട്ടോ, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കുറേ ദിവസമായിട്ട് ഞാനിതിങ്ങനെ നോക്കിക്കുന്നതാണ്. യമുന തരുന്ന തയ്യാണ് കേട്ടോ, ഒക്കെ വലുതായി. ഓളോടാ പരാതി പറയുന്നത്, ഈ പൂവിട്ടില്ല. അപ്പോൾ ഓൾ പറയും പൂവിടും പടുത്തിടും എന്ന് പറയും. അങ്ങനെ ഒടുവിൽ പൂവിട്ട് ചെറിയൊരു കായുണ്ടായി. പിന്നെ ഇന്നിപ്പോൾ ആ പരിപ്പും ചീരയും കൂടിയാണ് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെക്കുന്നത്. ചീര ഉപ്പേരിയൊക്കെ കൊണ്ടുവന്ന് അതിന് ഞാൻ കുറച്ചെടുത്തിട്ട് പരിപ്പ് ആദ്യം വേവിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ആ പരിപ്പ് വേവിക്കുന്ന കൂടെ തന്നെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി പിന്നെ ചീര ഇട്ടാൽ പിന്നെ കുറേ വേവൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ച് പാർന്ന് പിന്നെ അതാ കടുക് വറവിട്ടാൽ അടിപൊളിയായിട്ടോ. അടിപൊളി ചീരയാണ്, ഒരു പണിയില്ല ഉണ്ടാക്കാൻ. ചീര ഉപ്പേരിയൊക്കെ വാങ്ങുമ്പോൾ കഴിയുന്ന കുറച്ചൊരു പിടി എടുത്തിട്ട് പരിപ്പിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇന്നിപ്പോൾ ഉപ്പേരി ചെറുപയർ ആണ് കേട്ടോ. ചെറുപയർ പുഴുങ്ങിയിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിനും ഇട്ട് വറവിട്ടാൽ നല്ലൊരു അടിപൊളി ഉപ്പേരിയായി, ഹെൽത്തിന് അടിപൊളിയായി. പിന്നെ ഒരു 5-6 കഷ്ണം മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, അതും പൊരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇന്നത്തെ ലഞ്ച്. പിന്നെ ആ കുട്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് കാണണ്ടേ നിങ്ങൾക്ക്? അതാ നല്ലൊരു മൺപാത്രം പോലത്താണ്, പക്ഷെ മണ്ണല്ല. നമ്മൾ ആ സെറാമിക്കിൻ്റെ ഇതുണ്ടല്ലോ, കല്ലുപ്പും പൊടിപ്പൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്, ആ ടൈപ്പ് കുറച്ച് വലുതാട്ടോ. അപ്പോൾ തൈരൊക്കെ ഉണ്ടാക്കാനും അടിപൊളിയാണ്. പിന്നെ അതേപോലെ നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്ത് വെക്കാനും ഒക്കെ നല്ല സൂട്ടാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ലൊരു മണ്ണല്ല കേട്ടോ ഇത് സെറാമിക്കിൻ്റെ ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ. പെട്ടെന്ന് നമ്മൾ കണ്ടാൽ വിചാരിക്കും മണ്ണാണ്. ഇതിൻ്റെ ചെറിയൊരു ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്, അത് മണ്ണിൻ്റെ ആണ് കേട്ടോ. വീണാലൊക്കെ ഇതും വീണാൽ പൊട്ടും, അതും പൊട്ടും. പിന്നെ അതാ ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേനോ കുറേ പഴയ സാധനങ്ങൾ വിൽക്കാണ്ടെന്ന്. ഇതൊക്കെ ആ പഴയ സാധനത്തിൻ്റെ ഒരു 1/4 ഭാഗം കൊണ്ടുപോയി കൊടുക്കാനുള്ളൂ കേട്ടോ. എന്നിട്ടും ഇതൊന്നും കുറേ ഭാഗമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പണ്ടേ തോവനും കുറേ TV-യും കാർഡ്ബോർഡിൻ്റെ പെട്ടിയും ഇത് പറയേണ്ട കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ ഞാൻ എന്നോ വിൽക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോൾ
പോയിട്ടതാ അവിടെ എനിക്കൊരു കൊറിയർ വാങ്ങാനും കൂടി ഉണ്ട്. ഇനി അതുകൊണ്ടാണ് ഞാനും കൂടി വണ്ടി കയറിയത്. അപ്പോൾ പിന്നെ ഇത് ഇവിടെ സാധനം എന്താണ് പഴയ സാധനമൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ അണ്ണാച്ചികൾ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കലില്ല, അവർ തീരെ പൈസ തരൂല. ഇതേപോലെ നമ്മളടുത്ത് വണ്ടി ഉണ്ടല്ലോ, ആദ്യമൊക്കെ സ്കൂട്ടർമേലൊക്കെ വെച്ചിട്ട് കേട്ടോ കൊണ്ടുപോകല്. വണ്ടി ഇല്ലാത്ത സമയത്ത് കുട്ടികൾ വാവ കൊണ്ടുപോയി വിറ്റ് തരലാണ്. കുറേ സാധനം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഹെൽമെറ്റ് വരെ ഉണ്ട് പഴയത്. കുറച്ച് സാധനം പുറത്തേക്ക് ഒഴിവായിട്ടുള്ളൂ, ഇനിയുണ്ട് ടോപ്പ് ടെറസിൽ. അപ്പോൾ പിന്നെ അതൊക്കെ വിറ്റതിന് ശേഷം 2100 രൂപയാണ് കേട്ടോ ആ ഒരു പാത്രത്തിന് കിട്ടിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞു 2000 2500 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ യമുന 2 ദിവസമായി ചക്കക്ക് വിളിക്കുന്നു. പിന്നെ ഞാൻ മോൾക്ക് ചക്കക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വരിക്കച്ചക്കാണ് കേട്ടോ. ഇതല്ല കേട്ടോ പറിച്ചത്, അപ്പുറത്തുള്ള വരിക്കച്ചക്ക പറിച്ചത്. പിന്നെ അവളുടെ വീട്ടിലുണ്ടായ ഇതാണ് കേട്ടോ കക്കിരി. വെള്ള കക്കിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വേറൊരു പച്ച കളറല്ല ഉണ്ടാകുക. അതായത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയോളൂ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നാണ്. എന്തോ തൈ വലിയ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കുഴിച്ചിട്ടതാണെന്നാണ്. ഇങ്ങനെ ഉണ്ടാകുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഞാൻ ചക്കക്ക് പോയപ്പോൾ ഇത് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ പറിച്ചത് ഫുള്ളോളം എനിക്ക് തന്നു കേട്ടോ. പിന്നെ അന്ന് രാത്രി ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാനും ബാക്കി എനിക്ക് 3 എണ്ണം തന്നു, ഓൾക്കൊക്കെ ഓരോന്ന് കൊടുക്കാനും കേട്ടോ തന്നത്. അങ്ങനെ ഇതൊക്കെ പറിച്ചെടുക്കുകയാണ്. ഓളെന്തോ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ചെന്നത്. അതാണ് മുടി വാരുന്ന ചേർപ്പൊക്കെ ഓളെ കയ്യിൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എന്ത് കൊടുക്കാനൊരു മനസ്സുണ്ട് കേട്ടോ അവൾക്ക്. എനിക്ക് നല്ല ആർക്കും കൊടുക്കും, എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കും. അതുമല്ല ഓളെ വീട്ടിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളതിനോണ്ട് നല്ലോണം കൃഷിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പച്ചക്കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചക്ക മാങ്ങ എന്താ പറയുക കർമൂസ, ഇങ്ങനത്തെ നട്ട് നനച്ചുണ്ടാക്കണത് അത് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ചെടികളാണെങ്കിൽ അതും ഉണ്ട്. പിന്നെ ഞാൻ ഈ ചക്കൻ്റെ അടുത്ത് എനിക്ക് പോകാനേ തോന്നില്ല കേട്ടോ. ചക്കനോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേട്ടോ, ചക്കനോടൊന്നും അത്ര പ്രിയല്ല. പിന്നെ എപ്പോഴെങ്കിലും തിന്നും അത്രയേ ഉള്ളൂ. പിന്നെ തിപ്പല്ലിയാണ് കേട്ടോ. അത് ഒരു ഔഷധമാണ്. ആ ഒരു തിപ്പല്ലിൻ്റെ ഒരു കായ പോലത്തെ ഉണ്ടല്ലോ, അത് കൊണ്ടുപോയി വൈദ്യരുടെ കടയിലൊക്കെ കൊടുത്താൽ നല്ലോണം പൈസ കിട്ടുമെന്ന് അവൾ പറയുന്നത്. പക്ഷേ ഓള് പറയും അതൊക്കെ തൊഴിഞ്ഞ് തീരില്ലാണ്, അതിനോടൊരു ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ പേടിയാണ് മേലോട്ട് പടർന്നതിനോണ്ട് അതൊക്കെ കുറച്ച് മോൾ ഭാഗമൊക്കെ വെട്ടിക്കൊടുത്ത് പറഞ്ഞു, പാമ്പ് വരുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ പാമ്പിൻ്റെ ഒരു സീസണാണല്ലോ. പിന്നെ നല്ല അടിപൊളി വരിക്കച്ചക്കാണ് കേട്ടോ അത് ഓള് പറിച്ച് തരുന്നത്. നല്ല മധുരച്ച നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ മോക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നല്ല ചൂടല്ല, അപ്പോൾ മാംഗോ ജ്യൂസൊക്കെ തന്നിട്ടുണ്ട്. ഇനി പിന്നെ രാത്രി ആയപ്പോൾ ഇവരെല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. സെറീനെ ശരിക്കും മിസ് ചെയ്ത് കേട്ടോ. സെറീനയും കൂടി ഉണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ കുറേ ആയിട്ട് എവിടെയും ഞങ്ങൾ കൂടാറില്ലേ ഇനി. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടേക്ക് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ വരുന്ന സമയത്ത് പോലും എനിക്കും ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ 100K ആയതിൻ്റെ ശേഷം ഫസ്റ്റിലെ കൂടലാണ്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ചില സമയത്ത് മന്തി പുറത്തുനിന്ന് വാങ്ങും, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കും. 2-3 പ്രാവശ്യം വില കൂടെ പുറത്ത് പോകാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ, ഓരോ സാഹചര്യം കൊണ്ട്. അപ്പോൾ വില ഒറ്റക്ക് തന്നെയാണ് പോയത്. പിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്ക് തരികയാണ് കേട്ടോ ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ടല്ല, എന്നാലും അതൊക്കെ ഒരു കൊണ്ടുവരാനും തരാനും കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ. എല്ലാവരും എന്നോട് അങ്ങോട്ട് ചിലവ് ചെയ്യാനാണ് പറയുക. അതാണ് അധികവും ഞാൻ ചിലവ് 100K ആയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് ചിലവല്ല, ഗിഫ്റ്റ് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഇവരെ മോളാണ് കേട്ടോ. ഈ ഫസ്റ്റ് നിൽക്കുന്ന ആ ചുരിദാറിട്ടോളെ സ്നിഗ്ധൻ്റെ മോളാണ് ഫസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. ആള് മീഡിയ 1 വർക്ക് ചെയ്യാണ്, കല്യാണം കഴിച്ചതാണ്. പിന്നെ ബിരിയാണിയൊക്കെ അവർക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ അടുത്ത് തന്നെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ആ ഒരു മസാല വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. നല്ലൊരു ചൊയുണ്ട്, നല്ലൊരു ടേസ്റ്റുണ്ട്. കാക്കൊക്കെ നല്ല ഇഷ്ടമായി, ഇവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ രാത്രി ആയതുകൊണ്ട് ഓവറായിട്ട് ഭക്ഷണമൊന്നും ആരും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ യമുനയും ഷീബയും പിന്നെ അതേപോലെ മിനിയേച്ചിയും സ്നിഗ്ധയും അമ്മു മനീഷ എന്നാട്ടോളെ പേര്, അമ്മു എന്നാണ് എല്ലാവരും വിളിക്കുക. ഓള് വയ്യാന്ന് പറഞ്ഞ് കിടക്കണോടത്ത് നിൽക്കാതെ വിളിച്ചപ്പം വന്നതാണ്. ഇതാണ് കേട്ടോ അവർ കൊണ്ടുപോകുന്ന പാത്രം, ആ ഒരു ഗിഫ്റ്റ്. പിന്നെ ഇത് ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു പാത്രം. ഇതിനൊരു മൂടി വാങ്ങണം ഇനി. ടൈമിങ് തെറ്റിയ